നീയും സിഹിയും സീതയും പുതിയ വീട്ടിലേക്ക് പൊക്കോളൂ. നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊരു പുതിയ ജീവിതം ലഭിക്കുന്ന പോലെയാവും. ഒരു പ്രൈവസി ഒക്കെ കിട്ടും. ഞങ്ങളൊക്കെ അവിടേക്ക് ഇടയ്ക്ക് വന്ന് കണ്ടാ പോരെ? നിങ്ങൾക്കും ഇടയ്ക്ക് വരാമല്ലോ. ഓഫ് കോഴ്സ് ഞങ്ങൾക്കും വിഷമമുള്ള കാര്യമാണിത്. ബട്ട് ഗിവ് ഇറ്റ് എ തോട്ട്. അതെ രാമ, ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? അത് സാധ്യമല്ല മേമ. വി ആർ എ ഫാമിലി. നമ്മൾ എപ്പോഴും ഒന്നിച്ച് നിൽക്കണം. മുത്തശ്ശന്റെ ആഗ്രഹം ഇത് തന്നെ ആവില്ലേ? അതെ, ഞങ്ങൾ പോകുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുമായിട്ട് വേണ്ട. വീടിന്റെ പേര് വാണി വിലാസ് എന്നാ. ഇത് വിട്ടിട്ട് പോകുമ്പോ തോന്നുന്നത് ശരിക്കും വാണി ചേച്ചിയെ വിട്ടിട്ട് പോകുന്നത് പോലെ. അപ്പോ അത് വേണ്ട. അപ്പോ ചേച്ചി പറഞ്ഞത് സത്യമാ. അച്ഛൻ ഈ വീട്ടിലുള്ള വേറൊരാളെ കുറിച്ച് ഒരു ആലോചനയില്ല. റാമിന്റെ സീതയുടെയും കാര്യം മാത്രമേ ഉള്ളൂ. ദേശായി കുടുംബത്തിന്റെ ആസ്തിയെല്ലാം സ്വന്തമാക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. പക്ഷേ ഇവൻ വന്നപ്പോ തൊട്ട് ഇവന്റെ വാക്കിനാണ് വില. ഇവൻ വരാൻ പറയുമ്പോ വരണം, പോകാൻ പറയുമ്പോ പോകണം. നടക്കില്ല രാമ. എന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ നിന്റെ ഇഷ്ടത്തിന്റെ കാര്യങ്ങൾ നടത്തുവാണല്ലേ? നീ നോക്കിക്കോടാ, നിനക്കുള്ള അധികാരം ഞാൻ എങ്ങനെ സ്വന്തമാക്കുന്നു. ആശ്രമത്തിൽ ഗുരുവിന് ഒട്ടും വയ്യ. ഞാൻ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ ഓഫീസിലായതുകൊണ്ട് കോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വിളിക്ക്. ഓ അമ്മേ, അമ്മേ, അഞ്ചു എവിടെ? ഓഫീസിൽ നിന്ന് ഇത്ര വേഗം വന്നോ നീ? അഞ്ചു എവിടെ അമ്മേ? ആശ്രമത്തിലേക്ക് പോവാണെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു. ആ, പോയിട്ടുണ്ട്. ഓ ഗോഡ്. ഹലോ അഞ്ജു, നീ ഇത് എവിടെയാ? ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചേച്ചി. നിനക്ക് ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തൂടായിരുന്നോ? സോറി ചേച്ചി, ആശ്രമത്തിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് എന്നെ ഫോൺ ചെയ്തിരുന്നു. ഇറങ്ങിയോ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതാ ഞാൻ പോന്നേ. ഗുരുവിനെ പരിചരിച്ച് ഇവിടെ ഒരാഴ്ച നിന്നിട്ടേ ഞാൻ പോരൂ. ബൈ ചേച്ചി, ഞാൻ വിളിക്കാതെ. അവളെ പറഞ്ഞയച്ചത് എന്തിനാമേ? അയ്യോ, ഞാൻ പോകാൻ പറഞ്ഞത് ഇറക്കി വിട്ടതാണോ? ബാഗൊക്കെ പൊക്കിയെടുത്ത് മുന്നിൽ വന്ന് നിന്നാ പിന്നെ തടയാൻ പറ്റുമോ? ഞാൻ അവളോട് പറഞ്ഞതാ പ്രിയ, നീ വന്നിട്ട് നിന്നോട് ചോദിച്ചിട്ട് പോയാ മതിയെന്ന്. അതൊന്നും അവള് കേട്ടില്ല. ഫോൺ ചെയ്തോളാം, മെസ്സേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പോയി. അശോക് വന്നിട്ട് എന്റെ അനിയത്തി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ അമ്മേ പറയണ്ടേ? ചേട്ടനില്ലാത്തപ്പോ അവൾ ആശ്രമത്തിലേക്ക് പോയിന്നാവില്ലേത്? അശോക് എന്തായാലും എന്നെ സംശയിക്കില്ല. പക്ഷെ അവന്റെ അനിയത്തിയെ കാണാതായ അവന് പേടിയാവില്ലേ അമ്മേ? പേടിക്കേണ്ട കാര്യം ഇപ്പൊ എന്താ? അവളെന്താ കൊച്ചുകുട്ടിയാണോ? അതോ ഒന്നും പറയാതെ പോയതാണോ? 4 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വരാൻ തന്നെയല്ലേ പോയത്? ഗുരുവിന് വയ്യെങ്കിൽ അവക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാ പോരെ? അത്രയും ദിവസം നിൽക്കേണ്ട ആവശ്യം എന്താ അവൾക്ക്? അതൊക്കെ വീട്. നീ ഓഫീസിൽ നിന്ന് വേഗം തിരിച്ചു വന്ന എന്തിനാ? ഡോക്ടറെ പോയി കണ്ടായിരുന്നോ? നിന്നോട് ഞാനീ ചോദിക്കുന്ന പറയേ. ഡോക്ടറെ പോയി കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതാ. പക്ഷെ പോകേണ്ട ആവശ്യം വന്നില്ല. എന്താ? അമ്മ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രഗ്നന്റ് അല്ലമ്മേ. എന്താ പറയുന്നേ പ്രിയ? നീ തമാശ പറയുന്നതല്ലേ? ഈ കാര്യത്തിൽ ആരെങ്കിലും തമാശ പറയുമേ? പീരിയഡ്സിന്റെ ഡേറ്റ് മാറിപ്പോയതാ. പെട്ടെന്ന് കുറെ സന്തോഷം തോന്നിയതല്ലേ? എനിക്ക് വിഷമായി. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങ് പോന്നു. എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ സന്തോഷിച്ചില്ലേ? അഞ്ജു പറഞ്ഞത് മനസ്സിലാക്കി ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? വെറുതെ പ്രഗ്നന്റ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. ഭാഗ്യത്തിന് അശോകിനോട് പറഞ്ഞില്ല. അച്ഛനാകുന്നുള്ള സന്തോഷത്തിൽ ചിലപ്പോ അവിടുന്ന് അപ്പോഴേ പോന്നേനെ. പ്രിയ, പാവം അഞ്ജുമോള് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കണമായിരുന്നു.
അവൾക്ക് ഇഷ്ടമില്ലാതെ പറഞ്ഞതായിരിക്കും എന്ന് കരുതി ഞാൻ വെറുതെ അവളോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നിയിട്ട് ആശ്രമത്തിലേക്ക് പോയതായിരിക്കോ? അയ്യോ എന്റെ ഭഗവാനെ. ആരോ കോൾ ചെയ്യുന്നുണ്ടല്ലോ. ARVIND അരവിന്ദ്. ഹലോ, മൈ നെയിം ഈസ് സിഹി. SIHI. എസ് ക്യാപിറ്റൽ. നിങ്ങൾ എന്റെ അച്ഛനോട് സംസാരിക്കാൻ വിളിച്ചതാണോ? എന്റെ അച്ഛൻ ബിസി ആണല്ലോ. നിങ്ങൾ ശ്രീരാം ദേശായിനല്ലേ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് നമ്പറാ. ശ്രീരാം ദേശായി എന്റെ അച്ഛനാ. ഞാനത് പറഞ്ഞല്ലോ സിഹി. ഞാൻ ആരാന്ന് മനസ്സിലായില്ലല്ലേ? 1 സെക്കൻഡ്. സീതമ്മ. ആ എന്താ? ആരാണെന്ന് അറിയില്ല. ഞാൻ റാമിന്റെ മോളാന്ന് പറഞ്ഞ ഇവര് വിശ്വസിക്കുന്നില്ല. അച്ഛൻ വന്ന കോൾ എന്തിനാ നീ അറ്റൻഡ് ചെയ്യുന്നേ? ഓ ഹായ് അരവിന്ദ്. റാം ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലായിരുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനുണ്ടോ? ഷോ, താങ്ക് യു. ബൈ. സീമോളെ, ഇത് കണ്ടോ സീത? ഇത് നമ്മുടെ ഓഫീസിന്റെ അടുത്തുള്ള വീടാ. ഇതാണ് ഫാം ഹൗസ്. വൗ, പാലസ് പോലെയുണ്ട്. സീകുടാ, നിനക്ക് ഏത് വീടാണോ ഇഷ്ടമാകുന്നേ അത് നീ ചൂസ് ചെയ്തോ. ഇനി മുതൽ അതാ നിന്റെ വീട്. ഞാനോ? റാം തമാശ കളിക്കുകയാണോ? അല്ല സീത, അവളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞതാ. ഓ, നമ്മൾ ഇതേപോലത്തെ ഒരു വീടുണ്ടാക്കാൻ പോവാണോ? അല്ല ചക്കര, ഇത് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത വീടാ. ഇതും നമ്മുടെയാ. നിനക്ക് എത്ര വീടുകളുണ്ട്? എല്ലാവർക്കും ഒരു വീടല്ലേ ഉണ്ടാവുള്ളൂ. നിനക്ക് കൊറേ വീടുണ്ടല്ലോ. സത്യം തന്നെയാ, പക്ഷെ ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ സീതമ്മ നിനക്ക് പൈസ തരാറല്ലേ? അതായത് പോക്കറ്റ് മണി തരില്ലേ? അത് നീ എന്താ ചെയ്യുക? ഞാനത് പിക്കി ബാങ്കിൽ ഇട്ട് വെക്കും. സ്മാർട്ട് ഗേൾ. ഞാനും അതുപോലെ തന്നെ. എന്റെ അച്ഛൻ തന്ന, മുത്തശ്ശൻ തന്ന എല്ലാ പോക്കറ്റ് മണിയും സേവ് ചെയ്ത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും. ചില സ്ഥലങ്ങളിലൊക്കെ പവർ പ്ലാന്റ് പ്രൊജക്ട് ഉണ്ട്. ചിലയിടത്ത് ഒഴിഞ്ഞു കിടക്കുന്നിടത്തൊക്കെ വീടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനെന്താ പറയാന്നറിയോ? സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാ. എന്നോ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പൊ യൂസ് ആവുന്ന. അതെല്ലാം തൽക്കാലം നീ വിട്. ഇപ്പൊ നിനക്ക് ഇതിന്റെ അകത്ത് ഏത് വീടാ ഇഷ്ടമെന്ന് മാത്രം പറ. ഓക്കേ. റാം, എല്ലാരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ ഇതൊക്കെ? ഈ തീരുമാനമൊക്കെ ഇവളെടുക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സീത, നിനക്കൊരു കാര്യം അറിയോ? ഈ വീട്ടിൽ എന്ത് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്റെ ഒപ്പീനിയൻ ചോദിച്ചാ സെലക്ട് ചെയ്യുന്നു. ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞാ അത് അവർക്കും ഓക്കെയാ. ഇപ്പോ സിഹിമോൾ ഏത് സെലക്ട് ചെയ്താലും അത് എനിക്കും ഓക്കെയാ. സിഗുഡാ, ഇതിന്റെ അകത്ത് നിനക്ക് ഏത് വീടാ ഇഷ്ടമായെന്ന് പറഞ്ഞേ ആ വീട് നിനക്കാ. ഓക്കെ അല്ലേ? റാം, മുത്തശ്ശനോടും മേമയോടൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോരെ? ഞാൻ വീട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാ മുത്തശ്ശനോ മേമയോ ഇത് റിജക്ട് ചെയ്യാനേ പോകുന്നില്ല. സിമോളെ, നിനക്ക് ഓക്കെ അല്ലേ? അച്ഛാ, നിങ്ങൾ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നില്ലേ നമ്മൾ 3 പേര് ഏത് വീട്ടിലാണോ നിക്കണേ അതാണ് നമ്മുടെ വീടെന്ന്. അതുകൊണ്ട് എനിക്ക് ഏതായാലും ഓക്കെ. എന്റെ ചക്കര കുട്ടിയാ. ഇപ്പൊ ലേറ്റ് ആയില്ലേ? വേഗം ഉറങ്ങാൻ നോക്ക്. അച്ഛാ, എനിക്ക് കഥ പറഞ്ഞു തരില്ലേ? ഓഫ് കോഴ്സ് കാന്താരി, ഇങ്ങോട്ട് ചാടിക്കോ. റാം, പറയാൻ മറന്നു. അരവിന്ദ് നേരത്തെ കോൾ ചെയ്തിരുന്നു. നിന്നെ മീറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. അവന് കല്യാണത്തിന് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അവനോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. അവനാണെങ്കിൽ എന്നോടും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞതാ. ബിസി ആയി പോയി കാണും. ഞാൻ ആക്ച്വലി എന്താ കാര്യമെന്ന് പോലും ചോദിച്ചില്ല. എന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ട് സംസാരിക്കല്ലേ. നിങ്ങൾ രണ്ടുപേരും കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കും കഥ പറഞ്ഞു തരുമോ? ഓക്കെ ബോസ്. സ്റ്റോറി ടെല്ലിംഗ് ടൈം. ഓക്കെ ബേബി ഗോപി, നിനക്ക് ഇന്ന് ഏത് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞു തരിക? ബേബി ഗോപിക്ക് ഇന്ന് ഏത് കഥയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക? നിനക്ക് ഞാൻ ഇന്ന് രാജുവിന്റെയും പുലിയുടെയും കഥ പറഞ്ഞു തരാം. ഒരിടത്ത് ഒരു രാജു ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും അവിടുത്തെ നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കും. പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുമ്പോ എല്ലാരും പേടിച്ചോടുമായിരുന്നു.
നിനക്ക് ഉറക്കം വരുന്നില്ലല്ലേ ഭാർഗവി? എങ്ങനെ വരാനാ? നമ്മളെ എന്തൊക്കെ വിട്ടു പോയാലും നമ്മൾ ചെയ്തു വച്ച പാപങ്ങളൊന്നും നമ്മളെ വിട്ടു പോകില്ല. നിഴല് പോലെ അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിന്റെ കാര്യത്തിൽ എന്തായാലും ഇത് അക്ഷരം പ്രതി സത്യമാണ്. സമാധാനത്തോടെ നീ ജീവിച്ച ദിവസങ്ങൾ എന്നേ അവസാനിച്ചു. ഇപ്പൊ എന്റെ മരുമകൾ ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ? ഇനി നീ എന്തൊക്കെ അവിടെ കാണിച്ചാലും ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയ്ക്ക് അവൾക്ക് ലഭിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ലഭിക്കേണ്ട വിധത്തിൽ അവൾക്ക് ലഭിക്കും. അവൾക്ക് തുണയായി ഞാൻ എപ്പോഴും ഉണ്ടാകും. നീ ചെയ്ത പാപങ്ങൾ നിന്റെ കാലിൽ വരിഞ്ഞ് നിന്നെ പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നീ അടക്കി പിടിച്ചതെല്ലാം ഓരോന്നായിട്ട് നിന്റെ കൈവിട്ട് പോകും ഭാർഗവി. Your countdown starts now. Your countdown starts now. Your countdown starts now. No! Shut up! Shut up! Shut up! എന്തു പറ്റി ഭാർഗു? ഷട്ടപ്പായിട്ട് കിടക്കാണ് എല്ലാരും. എന്തെങ്കിലും സ്വപ്നം കണ്ടതാണോ? അല്ല ഭാർഗു, എന്താ ശരിക്കും നിന്റെ പ്രശ്നം? അല്ല, നേരം വെളുത്തു കഴിഞ്ഞാൽ നീ എല്ലാവരും കണ്ടും തകതേ കളിപ്പിക്കും. രാത്രി ആയി കഴിഞ്ഞാൽ തകതേ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കളിക്കും. പ്രശ്നമുണ്ട് ഇവിടെ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അല്ല ഭാർഗു, എന്താ സ്വപ്നം? ആരെയാ നീ സ്വപ്നം കാണുന്നത്? ആരംഭിച്ചിരിക്കുന്നു. ടിക് ടിക് 1, ടിക് ടിക് 2. കൗണ്ട് ഡൗൺ ബിഗിൻസ്. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കൗണ്ട് ഡൗണോ? ഇവിടെ IPL കാര്യമില്ലാണോ പറയുന്നേ? എന്ത് കൗണ്ട് ഡൗണാ? ഈ ഭാർഗവിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ടത്രേ. നടക്കില്ല. ഇതെല്ലാം തന്നെ എന്റെയാ. ദേശായി എംപയർ ഈസ് മൈൻ. എന്റെ കാലശേഷം ഇതെല്ലാം ഈ എന്റെ മകന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതിന്ന് മറ്റൊരാളെയും പങ്കുപറ്റാൻ ഞാൻ അനുവദിക്കില്ല. വിടില്ല. ഇതെന്റേത് മാത്രം. ഇതെല്ലാം എന്റേതാണ്. ഈ മാച്ച് നീ തോറ്റുപോയി ഭാർഗു. നിന്റെയാ ഭാർഗു, എല്ലാം നിന്റെയാ ഭാർഗു. മാച്ച് നിന്റെയാ, ജയിച്ചത് നീയാ, എല്ലാം നിന്റെയാ ഭാർഗു. പക്ഷേ എന്റെ ചെറിയ സമാധാനത്തിനൊരു കാര്യം ചോദിക്കട്ടെ ഭാർഗു? നീ ഇങ്ങനെ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നതും ഷട്ടാപ്പ് എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നതും എന്റെ ഉറക്കം പോകുന്നതും എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നതും ഇതൊക്കെ വേണോ? ദയവ് ചെയ്ത് എന്നെ ഒന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ വിടൂ ഭാർഗു. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചോ? പിന്നെന്താ, പോയി ഉറങ്ങ്. നീ മര്യാദയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ്. പോയി ഉറങ്ങ്. താങ്ക് യു ഭാർഗു. ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് നൈറ്റ് ഭാർഗു. ഇതെല്ലാം എന്റേതാ. എന്റേത് മാത്രം. എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. വാണി, ഇവിടെയുള്ളതെല്ലാം എന്റേത് മാത്രമാണ്. എന്താ പറഞ്ഞത്? നിന്റെ മരുമകൾ വന്നിട്ടുണ്ടെന്നോ? നിന്റെ മരുമകളല്ല, നീ തന്നെ വീണ്ടും എഴുന്നേറ്റ് വന്നാലും ഒന്നും തന്നെ എന്റെ അടുത്തുനിന്ന് തിരിച്ചെടുക്കാൻ നിനക്ക് സാധിക്കില്ല. ഇറ്റ്സ് ഓൾ മൈൻ. ഇവിടെയുള്ളതെല്ലാം എന്റേതാ. എന്റേത് മാത്രം. എല്ലാം തന്നെ എന്റേതാ. അച്ഛാ, നിങ്ങൾ ദിവസം ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാറുണ്ടോ? യാ ബേബി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? എന്നും രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്താ നിന്റെ ബോഡി ഫിറ്റ് ആയിട്ട് മാറും.
അപ്പൊ നീ ഫുൾ ഡേ ആക്റ്റീവ് ആയിരിക്കും. നിന്റെ സ്കൂളിൽ PT പീരീഡ് ഒക്കെ ഉണ്ടാവില്ലേ? അവിടെ എക്സസൈസും ഗെയിംസും ഒക്കെ നടത്താറില്ലേ? നടത്താറുണ്ട്. വെരി ഗുഡ്. വലുതായി കഴിഞ്ഞാൽ ഇതേ PT അവേഴ്സാ നമ്മുടെ ബോഡിയെ ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണോ നിങ്ങൾ ഇത്ര സ്ട്രോങ് ആയിരിക്കുന്നത് അച്ഛാ? യാ. ശരി, നീ ഒരു കാര്യം ചെയ്യ്. നീ പോയി സീതമ്മ വിളിച്ചോണ്ട് വാ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എക്സസൈസ് ചെയ്യാം. പോയി വിളിക്കാം ചക്കരെ. പക്ഷെ അച്ഛാ, സീതമ്മ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പോവില്ലേ? വർക്കൗട്ട് ചെയ്യാറില്ല. യാ സിഹോളെ, ആദ്യമൊക്കെ സീതമ്മയ്ക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിക്കാണില്ല. ഇപ്പൊ നമ്മൾ ഒന്നിച്ചല്ലേ, ഫ്രീ ആയിരിക്കും, റിലാക്സ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ സീതമ്മയ്ക്ക് എക്സസൈസ് ചെയ്യാനൊന്നും അറിയില്ല. അതിനിപ്പോ എന്താ, ഞാനല്ലേ ഇവിടെ. അവൾക്ക് എക്സസൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നീ ആദ്യമേ വിളിച്ചോണ്ട് വാ. ഓക്കേ അച്ഛാ. സീതമ്മ, പൂജാമുറിയിലേക്ക് വച്ചോളൂ. ശരി മേഡം, വെച്ചോളാം. ഓഹോ, വീട്ടിലെ പൂജ തുടങ്ങുന്നതിന് മുൻപ് വീട്ടിലെ ദൈവങ്ങളുടെ പൂജ തുടങ്ങിയിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നും കാണുന്ന കാര്യമാണല്ലോ. നീ എന്താ കുരയ്ക്കുന്ന വിശ്വ? നീ പറഞ്ഞതും ശരിയാ. ഈ വീട്ടിലെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എനിക്കായിരിക്കണം. എന്തിനാണെന്നോ, ഇതെന്റെ വീടായതുകൊണ്ട്. അയ്യോ, ഞാനല്ലെന്ന് പറഞ്ഞില്ലേ ഭാർഗു, ഇത് നിന്റെ വീടാ. നിനക്കെല്ലാ പ്രശസ്തിയും കിട്ടണം, എല്ലാ അംഗീകാരവും നിനക്ക് തന്നെ കിട്ടണം. അല്ല, ഇപ്പോ ഇവിടെ പൂജയ്ക്ക് പൂ കൊണ്ടുവന്നിട്ടില്ലേ? വേണമെങ്കിൽ അതും എടുത്ത് ചൂടിക്കോ, എനിക്കെന്താ കുഴപ്പം? അതെന്താ, തലയിൽ ചൂടാൻ നിനക്കും കുറച്ച് പൂ വേണോ? അയ്യോ വേണ്ട ഭാർഗു, ഈ പൂവ്, അലങ്കാരം, പ്രസാദം ഇതൊക്കെ നിനക്ക് മാത്രം മതി. നീ ഇവിടെ എല്ലാ ദിവസവും മംഗളാരതി നടത്താറില്ലേ? അത് മാത്രം മതി എനിക്ക്, മനസ്സിലായോ? വിശ്വ, ഇനഫ്. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ. വായിന്ന് വരുന്ന കാര്യങ്ങൾ എന്തായാലും ക്ലിയർ ആവില്ല. നിന്റെ ദേഹമെങ്കിലും ഒന്ന് വൃത്തിയാവട്ടെ. ഏയ് ഭാർഗു, വീട്ടിലിപ്പോ ഒരു മരുമകളുള്ളതാ. ഇപ്പൊ ഞാനൊരു വല്യച്ഛൻ. എനിക്ക് വീട്ടിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിൽക്കുക. വല്യച്ഛനായിട്ട് പ്രമോഷൻ കിട്ടിയല്ലേ നിനക്ക്? അല്ല വിശ്വ, ഈ പ്രമോഷൻ കിട്ടിയതിനു ശേഷം നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായിരിക്കുന്നത്? ആസ് യൂഷ്വൽ, നോ ചേഞ്ചസ് അല്ലേ? പക്ഷെ എന്റെ ഈ ജീവിതത്തില് എല്ലാം മാറിയിരിക്കുന്നു. ഈ വീട്ടിലെ അധികാരം ആരുടേതാണെന്ന് തെളിയിക്കാൻ വേറെ 2 പേര് കൂടെ എത്തിയിട്ടുണ്ട്. അവരെ അത് പഠിപ്പിക്കണ്ടേ? പക്ഷെ ചിലതൊന്നും ഒരിക്കലും മാറില്ല. എന്റെ അധികാരങ്ങളും തീരുമാനങ്ങളും. ഏത് മരുമോള് വന്നാലും ഏത് കൊച്ചുമോള് വന്നാലും ഈ ഭാർഗവിക്കായിരിക്കും ഇവിടുത്തെ അധികാരം. ആയിക്കോട്ടെ ഭാർഗു മാഡം, ഈ വീട്ടിൽ നിങ്ങളെ റാണി. ആ റാണിപ്പെട്ട നീ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട. നീ എറിയുന്ന യോർക്കറിന് ബാറ്റിന്നേക്കാൾ നല്ലത് ബൗൾഡാവുന്നതാ. ആ ഭഗവാൻ നീ പൂജ ചെയ്യാത്തതുകൊണ്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. വേഗം റെഡിയാകും ഭാർഗു. ഇതെങ്ങനെ ദൈവപുത്രിയായിട്ടുള്ള എൻ്റെ ഭാർഗു കണ്ടാൽ എന്താവൂ ആവൂ. മോസ്റ്റ്ലി വേൾഡ് കപ്പ് അല്ല, വേൾഡ് വാർ തന്നെ നടക്കും. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയല്ലോ. ചേച്ചി ഓൾറെഡി റെഡിയായി നിൽക്കുന്നുണ്ടാവും. വഴക്ക് കേൾക്കുമല്ലോ. ഇതാ ആരതി. ഇതെന്താ ഇത്? സീത പൂജ ചെയ്യുന്ന എന്താ? ഇത് ചേച്ചിക്ക് മാത്രം അവകാശപ്പെട്ടതാ. സീതമ്മ,
ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആരതി എടുത്തോളാം. നിന്റെ ഭർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്. നീയും വർക്കൗട്ട് ചെയ്യാൻ വാ. വന്ന് വന്ന് നീ മുത്തശ്ശിയെ പോലെയാ സംസാരിക്കുന്നത്. നിനക്ക് 6 വയസ്സാ. എന്തൊക്കെയാ സംസാരിക്കുന്നത്? സോറി സീതമ്മ. നിന്നെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി മുതല് നിന്റെ മുന്നിൽ ഞങ്ങൾ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. സോറി എന്ന് പറഞ്ഞില്ലേ സീതമ്മ? ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നാ പോയി എന്റെ ഭർത്താവ് നിന്റെ അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. ആരതി എടുക്കാം നമുക്ക്. വാ. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിക്കുമ്പോ ഇവിടെ വന്ന് നീ തമാശ കളിച്ചോണ്ടിരിക്കുക. റാം, ഷൂ. ബട്ട് ഇത് ഇൻഡോർ ഷൂ ആ സീത. ആരതി എടുക്കണ്ടേ? ഷൂ അഴിച്ചിട്ട് വാ. ഓക്കെ. അല്ല, എല്ലാ ദിവസവും ഭർത്താവിന് ആരതി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഭർത്താവിനുള്ളതല്ല, ഭഗവാനുള്ളതാ. അല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആരതി എടുക്കുന്ന ശീലം ഇല്ലേ നിനക്ക്? വന്ന് ആരതി എടുക്ക്. സീതേ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? ചേച്ചിയാ എന്നും ഇതൊക്കെ ചെയ്യാറ്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ആരതി കൊടുക്കുന്ന ചടങ്ങൊന്നുമില്ല. എല്ലാവരും ബിസി ആയിരിക്കില്ലേ? ചേച്ചി തന്നെ ഒറ്റയ്ക്ക് പൂജ ചെയ്ത് തീർക്കാറാ പതിവ്. അതെ അതെ, ദൈവം പോലും അറിയാറില്ല. അത്രയ്ക്ക് സൈലന്റ് ആയിട്ട് പൂജ നടത്തും എന്റെ ഭാർഗു. അല്ലേ ഭാർഗു? മരുമകളല്ലേ ആരതി എടുക്കണ്ടേ? അത് സന്തോഷത്തോടെ ചെയ്യുന്നതിന് പകരം എന്തിനാ ഇതൊക്കെ ഒന്ന് ചോദിക്കുന്നത്? എന്തിനാ? അയ്യോ സാധന, നിന്നോട് എന്താ പറയണ്ടേ? അച്ഛാ, അച്ഛൻ എന്തിനാ ഇറങ്ങിയത്? ഞാൻ കോഫി അങ്ങോട്ട് കൊണ്ടു തരുമായിരുന്നല്ലോ. അയ്യോ, കോഫി അതിന് കുടിച്ച് കഴിഞ്ഞല്ലോ. സീതയാ കോഫി കൊണ്ട് തന്നത്. എന്ത് നല്ല കോഫി ആയിരുന്നെന്നറിയോ? അയ്യോ, ടേസ്റ്റ് ഭയങ്കരം. ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയ്ക്ക് അവൾക്ക് ലഭിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ലഭിക്കേണ്ട വിധത്തിൽ അവൾക്ക് ലഭിക്കും.